സർ, കേരളം മൊത്തം തീവ്ര വലതുപക്ഷത്തിലേക്ക് നീങ്ങി എന്ന് നമ്മൾ പറയുമ്പോഴും ജാതിയും മതവും അടിസ്ഥാന ഘടകമാണ് എന്ന് നമ്മൾ പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് കൊച്ചി ക്രൈസ്തവ ഭൂരിപക്ഷ മണ്ഡലമാണ്. അവിടെ വിജയിച്ചത് ഷിയാസ് ആണ്. അതോടൊപ്പം തന്നെ തിരുവമ്പാടി ഒരു കുടിയേറ്റ മണ്ഡലം തന്നെയാണ്. ക്രിസ്ത്യൻ വോട്ടുകൾ അധികമുള്ള മണ്ഡലമാണ്. അവിടെ ലിൻഡോ ജോസഫ് പരാജയപ്പെട്ടിരിക്കുന്നു. അവിടെ വിജയിച്ചത് കാസിമാണ്. അതോടൊപ്പം തന്നെ അങ്ങനെ പല വിജയങ്ങൾ. തവനൂര് നമുക്കറിയാം, പെന്തക്കോസ്റ്റ് ക്രിസ്ത്യാനികളോ ക്രൈസ്തവരോ ഒട്ടും ലെവലേഷമില്ലാത്ത മണ്ഡലമാണ്. അവിടെ വിജയിച്ചത് VS ജോയിയാണ്. അദ്ദേഹം പരാജയപ്പെടുത്തിയതാകട്ടെ KT ജലീലിനെ, ഒരു സമുദായത്തിൽ തന്നെയുള്ള KT ജലീലിനെ. അപ്പൊ ഇത്തരം വിജയങ്ങൾ മതേതരത്തെ ഊട്ടി ഉറപ്പിക്കുകയല്ലേ? തീർച്ചയായിട്ടും കേരളം ഒരിക്കലും ഒരു വർഗീയതയ്ക്ക് കീഴടങ്ങില്ല എന്നതിന്റെ തെളിവ് തന്നെയാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ മുമ്പ് ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട്. കാരണം കേരളത്തിൽ അങ്ങനെ വർഗീയത പറഞ്ഞാൽ BJPക്ക് ഇവിടെ എന്നെ ജയിച്ചേനെ. BJPക്ക് എന്താ ഇപ്പോഴും 14% വോട്ടിൽ നിൽക്കുന്നതിന്റെ കാര്യം അങ്ങനെ വർഗീയത ജനങ്ങളിൽ ഏൽക്കുന്നില്ല. കുറേശ്ശെ ഇല്ല എന്ന് പറയുന്നില്ല. ഏത് സമൂഹത്തിലും ഉണ്ടാവും. ഒരു മധ്യവർഗ സമൂഹത്തിൽ വർഗീയത വളരാൻ വളരെ എളുപ്പമാണ്. കാരണം അവർ ലിഷർ പൊളിറ്റിക്സ് ആണ്. അവർ നേരിട്ടൊന്നിലും ഇടപെടുന്നില്ല. അപ്പൊ വീട്ടിലിരിക്കുമ്പോൾ വാട്സാപ്പിൽ ഹിന്ദുക്കൾക്കെല്ലാം നഷ്ടം വന്നു, മുസ്ലിങ്ങൾക്കെല്ലാം കിട്ടി എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു വികാരമുണ്ട്. അല്ലെങ്കിൽ തിരിച്ചു. പക്ഷേ അടിസ്ഥാനപരമായി വളരെ ശക്തമായ ഒരു മതേതര പൊളിറ്റിക്സ് കേരളത്തിലുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ 3 ഉദാഹരണങ്ങൾ മാത്രമല്ല, വേറെയും പല ഉദാഹരണങ്ങളുണ്ട്. നമ്മുടെ ഗുരുവായൂർ MLA ആകാൻ കൊതിച്ചിട്ടുള്ള B ഗോപാലകൃഷ്ണന്റെ ഒക്കെ ഒരു മറുപടിയാണ്. അല്ല, B ഗോപാലകൃഷ്ണനെ പോലെ ഇവിടെ വർഗീയത പലർത്താൻ ശ്രമിക്കുന്ന ആളുകളുടെ പോലെ, ശശികല ടീച്ചറെ പോലെ ഉള്ള ആളുകൾക്കുള്ള കൃത്യമായ മറുപടിയാണ്. ഇവിടെ വർഗീയതയും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട എന്ന് പറയുന്നതാണ്. ഇപ്പൊ നേരത്തെ എനിക്ക് ഓർമ്മയുള്ള ഒരു കാര്യം, തിരൂരങ്ങാടിയിൽ നിന്ന് AK ആന്റണി ജയിച്ചിട്ടുണ്ട്. AK ആന്റണി മുഖ്യമന്ത്രിയായി വരുമ്പോൾ തിരൂരങ്ങാടി പേരിന് പോലും ക്രൈസ്തവ ഒരു വോട്ട് പോലും ഉണ്ടാവില്ല. അവിടെ ഒരു ക്രൈസ്തവനി ഉണ്ടോ എന്ന് എനിക്കറിയില്ല, കണ്ടുപിടിക്കേണ്ടി വരും. ഇപ്പോ VS ജോയിയുടെ കാര്യം എടുക്കുക. KT ജലീൽ അവിടെ സർവ്വസമ്മതനായ ഒരു MLA ആണ്. എത്ര കൊല്ലമായിട്ട് MLA ആണ്. അദ്ദേഹം വലിയ വിദ്യാഭ്യാസമുള്ള ആളാണ്. മുസ്ലിങ്ങളുടെ ഇടയിൽ വലിയ സ്വാധീനമുണ്ട്. അദ്ദേഹത്തിന് ഇവരുടെ കാന്തപുരത്തിന്റെ പിന്തുണയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്താ സംഭവിച്ചത്? VS ജോയി പെന്തക്കോസ്താടോ ക്രിസ്ത്യാനി തന്നെ വയ്ക്കുക. എത്ര ക്രിസ്ത്യാനി ഉണ്ടാവും തവനൂർ മണ്ഡലത്തിൽ നിന്ന് തപ്പിയെടുക്കണമെങ്കിൽ? ഒരു 1000 പേര് പോലും ഉണ്ടാവില്ല. അങ്ങനെ മൊത്തം ഒരു മണ്ഡലത്തിൽ 1000 പേര് പോലും ഉണ്ടാവില്ല. വല്ലവരോട് ചെന്ന് ജോലിക്ക് താമസിക്കുന്നൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടാവും. എന്നിട്ട് എന്തു വലിയ ഭൂരിപക്ഷത്തിനാണ് തവനൂര് ജോയി ജയിക്കുന്നത്. ജോയി അവിടെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ ജോയി അവിടെ സ്ഥാനാർത്ഥിയാക്കുമ്പോ പണക്കാട് തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, 28ാമത്തെ ലീഗ് സ്ഥാനാർത്ഥിയാണ് ജോയി. 27 സീറ്റിന് ലീഗിന് കൊടുത്തു. ഇനി അതുപോലെ തന്നെയാണ് തിരുവമ്പാടിയിലും ക്രിസ്തീയ ഭൂരിപക്ഷം വളരെ വലുതാണ്. അത് മാത്രമല്ല അവിടുത്തെ MLA ക്രിസ്ത്യാനിയായിരുന്നു, സിറ്റിംഗ് MLA. അദ്ദേഹം നല്ല MLA ആയിരുന്നു. ലിൻഡോ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് പ്രിയപ്പെട്ട ജനകീയനായിട്ടൊരു അയാള് ഈ പറഞ്ഞതുപോലെ ഒരു ഇതിന് വെട്ടിട്ട് കാലൊടിയൊക്കെ ചെയ്ത ജനങ്ങൾക്ക് വേണ്ടി പറഞ്ഞ ആളാണ്. അപ്പൊ CPM വിചാരിച്ചെന്താ, ലിൻഡോ ജനകീയനായ MLA ആണ് ജയിച്ചത്. CPMന്റെ ഒരു പൊതു നറേറ്റീവ് അതായിരുന്നല്ലോ, സിറ്റിംഗ് MLA-മാർക്കെതിരെ ഭരണവിരുദ്ധ വികാരം ഉണ്ടാവില്ല. ശക്തമായ രാഷ്ട്രീയം വന്നതോടെ ഭരണവിരുദ്ധ രാഷ്ട്രീയം വന്നപ്പോൾ ക്രിസ്ത്യാനിയും മുസ്ലിമും ഹിന്ദുവും എല്ലാവരും ഭരണത്തിനെതിരായി വോട്ട് ചെയ്തു. അതാണ് പ്രശ്നം. ഭരണത്തിനെതിരായി ഇവർ വോട്ട് ചെയ്തു. അത് മതത്തിനപ്പുറത്തുള്ള രാഷ്ട്രീയമാണ്. ഇപ്പൊ ക്രിസ്ത്യാനി കാസിമിന് വോട്ട് ചെയ്യാണ്. ക്രിസ്ത്യാനി വോട്ട് ചെയ്യാണ്ട് അവിടെ ജയിക്കില്ല. അപ്പൊ ക്രിസ്ത്യാനി കാസിമിന് വോട്ട് ചെയ്യുക. കാരണം അയാൾ ക്രിസ്ത്യാനി നോക്കിയിട്ടല്ല വോട്ട് ചെയ്തത്. ഈ പിണറായി ഗവൺമെന്റ് പോണം എന്ന് തീരുമാനിക്കുക. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ കാസിമിന് വോട്ട് ചെയ്യണം. ഇനി ലീഗിന്റെ തന്നെ എടുക്കൂ. ലീഗിന്റെ കൂത്തുപറമ്പിലെ സ്ഥാനാർത്ഥി കഷ്ടിച്ചാണ് തോറ്റുപോയത്, ജയന്തിരാജൻ വലിയ പ്രത്യേകതയുള്ള ഒരാളാണ്. ഞാൻ വിചാരിക്കുന്നത് ജയന്തിരാജൻ ജയിച്ചു മുസ്ലിം അല്ല എന്ന് മാത്രമല്ല, ഒരു സംവരണ മണ്ഡലത്തിലും അല്ല. പണ്ടും മുസ്ലിങ്ങൾ മറ്റുള്ള സംവരണ വിഭാഗത്തിൽപ്പെട്ട ഒരു ലേഡി, അതൊരു ലേഡി മുസ്ലിം ലീഗിന്റെ കാൻഡിഡേറ്റ് ആയി കൂത്തുപറമ്പ് പോലൊരു മണ്ഡലത്തിൽ വരുന്നു. അവിടെ അവർ കഷ്ടിച്ച് 1000 വോട്ടിന് താഴെ തോൽക്കുന്നു. ജയിക്കേണ്ട സ്ഥിതിയാ. CPM-ന്റെ മണ്ഡല, LDF-ന്റെ മണ്ഡല. അത് എത്രയോ കാലമായി KP മോഹനൻ ജയിച്ചു വന്ന മണ്ഡല. ആ മണ്ഡലത്തിൽ ഏതാണ്ട് ജയിച്ച മാതിരി അവർ വരും. എന്ന് പറഞ്ഞാൽ അവിടെ ദളിതരുടെ വോട്ടുണ്ടല്ലോ അവർ ജയിച്ച്, മുസ്ലിം ലീഗിന്റെ വോട്ട് കൊണ്ടും ലയിച്ച് അവർക്ക് ഇത്ര എത്തിയത്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും അവർക്ക് വോട്ട് ചെയ്തു. തങ്ങളുടെ രാഷ്ട്രീയം നോക്കി വോട്ട് ചെയ്തു. അതാണ് ജനാധിപത്യം. ഞാനിപ്പോ എന്റെ ജാതി എന്താവട്ടെ, സ്ഥാനാർത്ഥിയുടെ ജാതി എന്താവട്ടെ, എന്റെ രാഷ്ട്രീയത്തിന് ഞാൻ വോട്ട് ചെയ്യുന്നു. രാഷ്ട്രീയം എന്താ? ഈ ഗവൺമെന്റ് തുടരണോ വേണ്ടേ? അതാണല്ലോ ഇതിലെ ആദ്യത്തെ ചോദ്യം. അതിലെല്ലാവരും പങ്കാളികളല്ല. അപ്പൊ എല്ലാ വിഭാഗം ആളുകളും അതിനകത്ത് പങ്കാളികൾ. ഇപ്പൊ കൊച്ചിയിലെ കാര്യം പറഞ്ഞു, കൊച്ചിയിൽ എല്ലാവരും പ്രവചിച്ചിരുന്നത് എന്താ പ്രവചനം? മാക്സിക്ക് ഒരു മുന്നേറ്റം ഉണ്ടാവും, സഭ എതിരാണ്.
കൊച്ചിയിൽ ലാറ്റിൻ സ്ഥാനാർത്ഥി മാത്രമേ വിജയിക്കുകയുള്ളൂ. ഈ മറ്റ് 2 മണ്ഡലങ്ങളിലുള്ള അതേ സാഹചര്യം തന്നെയായിരുന്നു ഇവിടെ. സിറ്റിംഗ് MLA ആണ്. സിറ്റിംഗ് MLA പോപ്പുലർ ആണ്. അദ്ദേഹം വലിയ വാഗ്മിയൊന്നും അല്ലെങ്കിലും ജനങ്ങളുടെ ഇടയിൽ പോപ്പുലർ ആയ ഒരാളാണ്. ജനങ്ങളുടെ വിഷയത്തിലൊക്കെ മുമ്പിൽ നിൽക്കുന്ന ആളാണ്. ലാറ്റിൻ സഭയ്ക്ക് മഹാഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലമാണ്. അങ്ങനെ ഒരു മണ്ഡലത്തിൽ ഈ ഷിയാസ് നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് ലാറ്റിൻ സഭയിലുള്ളവരും ഇസ്ലാമുള്ളവരും ഹിന്ദുക്കളും ഒക്കെ ഷിയാസിന് വോട്ട് ചെയ്തില്ലേ? അവരെന്ത് നോക്കിയാ വോട്ട് ചെയ്തത്? ഷിയാസിന്റെ ജാതി നോക്കിയല്ല, മതം നോക്കിയല്ല, നേരെ മറിച്ച് ഷിയാസ് എന്ന് പറയുന്ന വ്യക്തിയെ നോക്കിയാണ് വ്യക്തിയല്ല, DCC അദ്ദേഹം റെപ്രസെന്റ് ചെയ്യുന്ന രാഷ്ട്രീയം നോക്കിയാ വോട്ട് ചെയ്തത്. ശക്തനായ DCC പ്രസിഡന്റുമായിരുന്നു. അല്ല, അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയം ഉണ്ടെന്നേ. ആ രാഷ്ട്രീയം എന്താ? പിണറായി ഗവൺമെന്റ് പോകണമെന്നാ. പിണറായി ഗവൺമെന്റ് തുടരാൻ പാടില്ല. തന്നെയാണ് എന്റെ രാഷ്ട്രീയം. ഈ ഗവൺമെന്റിൽ എന്താ ചോദ്യം? ഞാൻ അതാണ് ആദ്യം പറഞ്ഞത്. ഈ ഗവൺമെന്റിലെ ചോദ്യം എന്താ? ഞാൻ വോട്ട് ചെയ്യാൻ മുമ്പ് എന്താ എന്റെ ആദ്യത്തെ ചോദ്യം? LDF തുടരണോ വേണ്ടയോ? അതാണല്ലോ ആദ്യത്തെ ചോദ്യം. രണ്ടാമതാണ് ഈ സ്ഥാനാർത്ഥി LDF വേണ്ടെങ്കിലും ഈ സ്ഥാനാർത്ഥിക്ക് കൊള്ളാം എന്ന് വേണ്ടി ഞാൻ വോട്ട് ചെയ്യാം, ഇല്ല എന്ന് പറയുന്നില്ല. മൂന്നാമതാണ് LDF വേണ്ടെങ്കിലും ഈ സ്ഥാനാർത്ഥി എന്റെ ജാതിക്കാരനോ മതക്കാരനോ ആയതുകൊണ്ട് ഞാൻ വോട്ട് ചെയ്യാം. അവിടെ വർഗീയത വരും. അതുപോലെ തന്നെ നമ്മുടെ വൈപ്പിൻ മണ്ഡലത്തിലും അത് തന്നെയാണ്. വൈപ്പിലും അതിനെ സംഭവിച്ചു. അപ്പൊ കഴിഞ്ഞ ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട ആ ഒരു കാൻഡിഡേറ്റിനെ പരാജയപ്പെടുത്തിയ. അപ്പൊ അതാണ് പ്രശ്നം. എല്ലാ സ്ഥലത്തും ജനങ്ങൾ രാഷ്ട്രീയം പ്രധാനമായി നോക്കുന്നു എന്നാണ്. അത് മതേതരാണ് രാഷ്ട്രീയം. സ്ഥാനാർത്ഥിയുടെ ജാതിയോ സ്ഥാനാർത്ഥിയുടെ. അതോടൊപ്പം തന്നെ മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഹൈന്ദവ വോട്ടുകൾ BJP ഏകീകൃതമായിട്ട് ലഭിച്ചിട്ടുമില്ല. ഇല്ല, കിട്ടില്ല. അത് കിട്ടില്ല. അതാ ഞാൻ പറഞ്ഞേ. മഞ്ചേശ്വരം മണ്ഡലത്തിൽ ലീഗിന്റെ സ്ഥാനാർത്ഥിക്ക് അഹമ്മദിനെ അവരവിടെ വോട്ട് ചെയ്യുന്നുണ്ട്, ഹിന്ദുക്കൾ വോട്ട് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ BJPക്ക് 2-3 മുസ്ലിം വോട്ട് ചെയ്തിട്ടുണ്ടാവില്ലെന്ന് ഞാൻ പറയുന്നില്ല. കാരണം അയാൾ BJP-യിലേക്ക് വോട്ട് ചെയ്തൂടെ? എന്റെ രാഷ്ട്രീയം BJP ആണ്. കേരളത്തിൽ BJP ഭരിക്കണം, BJP വരണം എന്ന് ആഗ്രഹിക്കുന്ന ആൾ. ഞാൻ മുസ്ലിം ആയാലും എനിക്ക് BJPക്ക് വോട്ട് ചെയ്തുകൂടാന്നൊന്നുമില്ല. ചെയ്യാം, അങ്ങനെ ചെയ്തേക്കാം. പല സ്ഥലത്തും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇവിടെ അതല്ല. ഇപ്പൊ തിരുവല്ല മണ്ഡലത്തിൽ ഞാൻ നോക്കി. തിരുവല്ല മണ്ഡലത്തിൽ ജാതി നോക്കി മതം നോക്കിയാണ് അനൂപ് ആന്റണിയെ സ്ഥാനാർത്ഥിയാക്കി. അനൂപ് ആന്റണി നിന്നാൽ ജയിക്കും. മോഡി വന്നു നേരിട്ട്. എന്നിട്ട് എന്താ സംഭവിച്ചത്? 2ാം സ്ഥാനത്ത് വന്നു. മാത്യു ടി തോമസ് 3ാം സ്ഥാനത്തേക്ക് പോയി. അവിടെയും CPM-ന്റെ വോട്ട് BJPക്ക് പോയി. CPM-ന്റെ വോട്ട് BJP പിടിച്ചതുകൊണ്ടാണ് അനൂപ് ആന്റണി 2ാം സ്ഥാനത്ത് വന്നത്. അപ്പൊ എങ്ങനെയാണ് ഇത് വന്നത്? ഈ എന്തുകൊണ്ടാ അവിടെ ആ ജാതി മതം നോക്കിയല്ല ആൾ വോട്ട് ചെയ്തത്? ജാതി മതം നോക്കുകയാണെങ്കിൽ തോന്നിയവരെ വോട്ട് ചെയ്തൂടെ? എല്ലാവരും മർത്തോമ, അതുകൊണ്ട് അങ്ങനെ ചെയ്യാം. അതുപോലെ വീണ ജോർജിന്റെ മണ്ഡലത്തിലും അതുപോലെ തന്നെയാണ്. അബിൻ വർക്കിക്ക് ഹിന്ദുക്കൾ ഒരുപാട് വോട്ട് ചെയ്തിട്ടുണ്ടെന്ന്. ഹിന്ദുക്കളും അവിടുത്തെ മുസ്ലിം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അവരുണ്ടെങ്കിൽ അവർ വോട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയല്ലേ അബിൻ വർക്കിക്ക് ഇത്രയും വലിയ ഭൂരിപക്ഷം വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ രാഷ്ട്രീയം നോക്കി വോട്ട് ചെയ്യും. നിങ്ങൾ BJP-കാരനാണെങ്കിൽ ജാതി മതം നോക്കാതെ BJPക്ക് വോട്ട് ചെയ്യൂ. നിങ്ങൾ ഹിന്ദു ആയതുകൊണ്ട് BJPക്ക് വോട്ട് ചെയ്യരുത്. നിങ്ങൾ മുസ്ലിം ആയതുകൊണ്ട് മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യരുത്. നിങ്ങളുടെ രാഷ്ട്രീയം UDF-ന്റെ രാഷ്ട്രീയമാണെങ്കിൽ, നിങ്ങളുടെ രാഷ്ട്രീയം LDF-ന്റെ രാഷ്ട്രീയം, നിങ്ങൾ മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും നിങ്ങൾ LDF-ന് വോട്ട് ചെയ്യണം. അതാണല്ലോ രാഷ്ട്രീയം. രാഷ്ട്രീയത്തെ വർഗീയത കൊണ്ട് മറയ്ക്കാൻ ശ്രമിക്കുന്ന ആ രാഷ്ട്രീയത്തിനെയാണ് വർഗീയത നമ്മൾ പറയാം. ആ രാഷ്ട്രീയത്തിന് കേരളത്തിൽ സ്ഥാനമില്ല എന്ന ഇവരിലേക്ക് വിജയങ്ങൾ നമ്മൾ തെളിയിച്ചു. തീർച്ചയായിട്ടും. അത് മാത്രമല്ല, വർഗീയത ആളി കത്തിച്ചിട്ടുള്ള BJP നേതാക്കൾക്കുള്ള ഒരു മറുപടി കൂടിയാണ് ഇത്. നമ്മുടെ ഗുരുവായൂർ സ്ഥാനാർത്ഥിയായിരുന്ന V. ഗോപാലകൃഷ്ണനെതിരെയുള്ള ഒരു മറുപടി കൂടിയാണ് ഇത്. അല്ല, ഗോപാലകൃഷ്ണനൊക്കെ പോയ വഴി കണ്ടിട്ടില്ലല്ലോ. എങ്ങനെയാ പറ്റിയ 30,000 വോട്ടാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. അത് അവിടുത്തെ ഒരു BJPക്ക് കിട്ടുന്ന വോട്ടാണ്. അത് മാത്രമല്ല, നിങ്ങൾ ആലോചിക്കൂ, ഗുരുവായൂർ ഹിന്ദു MLA വേണമെന്ന് വാശി പിടിച്ച വ്യക്തിയാണ്. അല്ല, സുരേഷ് ഗോപിക്ക് അവിടെ എത്ര വോട്ട് കിട്ടിയിരുന്നു, ഗോപാലകൃഷ്ണൻ എത്ര വോട്ട് കിട്ടിയിരുന്നു മാത്രം നോക്കിയാൽ. സുരേഷ് ഗോപി ഇവിടെ 2ാം സ്ഥാനത്ത് വന്നതാ. 1ാം സ്ഥാനം UDF ആയിരുന്നു. സുരേഷ് ഗോപി 2ാം സ്ഥാനത്ത് വന്നതാ. LDF-നേക്കാൾ കൂടുതൽ വോട്ടുണ്ടായിരുന്നു സുരേഷ് ഗോപിക്ക് അവിടെ. എന്നിട്ടോ എന്ത് പറ്റി? ഗോപാലകൃഷ്ണൻ 3ാം സ്ഥാനത്തേക്ക് പോയത് ഇങ്ങനെ, എത്രയും കുറഞ്ഞ വോട്ടായത് ഇങ്ങനെ. അത് ഞാൻ പറഞ്ഞു, നമ്മള് എല്ലാത്തിനെയും ആ അർത്ഥത്തിൽ വർഗീയമായ ആളുകളെ കണക്കൂട്ടി കൊടുക്കുന്നതിന് ശരിയല്ല. നേരെ മറിച്ച് രാഷ്ട്രീയത്തിൽ നിങ്ങൾ വോട്ട് ചെയ്യുക. കേന്ദ്രത്തിൽ മോഡി ഗവൺമെന്റ് വേണോ വേണ്ടയോ എന്ന് തീരുമാനിച്ച് വോട്ട് ചെയ്യുക. കേരളത്തിൽ പിണറായി ഗവൺമെന്റ് വേണോ? ഇനിയിപ്പോ പുതിയ ഗവൺമെന്റ് വരും. അടുത്ത തെരഞ്ഞെടുപ്പിലും അങ്ങനെ തന്നെയാണ്. സതീശനാണ് മുഖ്യമന്ത്രി. സതീശന്റെ ഗവൺമെന്റ് തുടരണമോ വേണ്ടയോ? UDF ഗവൺമെന്റ് തുടരണമോ വേണ്ടയോ? വേണ്ട എന്നാണെങ്കിൽ ഞാൻ അതിനെതിരായി വോട്ട് ചെയ്യും. അപ്പൊ ആർക്ക് വോട്ട് ചെയ്യണം? ആര് ജയിക്കുന്നുള്ളടുത്ത് വോട്ട് ചെയ്യും. അതാണ് നേരത്തെ പറഞ്ഞ 3 മണ്ഡലത്തിൽ BJP ജയിച്ച എങ്ങനെയാ? പിണറായി ഗവൺമെന്റ് തുടരരുത് എന്ന് തീരുമാനിച്ച ഒരു വോട്ടാണ് വന്നത്. അപ്പൊ ആർക്ക് വോട്ട് ചെയ്താലേ ജയിക്കുക? വട്ടിയൂർക്കാവിൽ മുരളീധരൻ വോട്ട് ചെയ്താൽ ജയിക്കും. അങ്ങനെ വട്ടിയൂർക്കാവിൽ മുരളീധരൻ ജയിച്ചു.
പ്രശാന്ത് എന്ന് പറയുന്ന അത് സിറ്റിംഗ് മാത്രമല്ല നമ്മുടെ സുധീർ ഷാ പാലോട് പാലോട് ജയിച്ചു. വിജയിച്ചതും ഇതിന്റെ ഒരു ഉദാഹരണമാണ്. അതുമല്ല ഞാൻ പറഞ്ഞ അതൊരു മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമേ അല്ല. വട്ടിയൂർക്കാവ് മുരളീധരൻ ശക്തനായതുകൊണ്ട് മുരളീധരന് വോട്ട് കിട്ടി. നേരെ മറിച്ച് നേമത്ത് വന്നപ്പോ ശബരിനാഥ് ജയിക്കാൻ സാധ്യതയില്ല. ജയിക്കാൻ സാധ്യതയുള്ളത് രാജീവ് ചന്ദ്രശേഖറാണ്. രാജീവ് ചന്ദ്രശേഖരൻ വോട്ട് ചെയ്തു. കാരണം അവർക്ക് തോൽപ്പിക്കേണ്ടത് LDF-നെയാണ്. അത് തന്നെയാണ് ചാത്തന്നൂരും, അത് തന്നെയാണ് കഴക്കൂട്ടത്തും. CPM വോട്ടുകൾ BJP-യിലേക്ക് പോവുകയും ചെയ്തു. CPM വോട്ട് BJP-യിലേക്ക് പോയി. CPM-ന് കഴിഞ്ഞ തവണ വോട്ട് ചെയ്ത വോട്ടുകൾ കുറെ ആളുകൾ ഇത്തവണ CPM-ന് വരരുത് എന്ന് തീരുമാനിച്ച് വോട്ട് ചെയ്തു. അങ്ങനെയാണ് സീറ്റ് പോയത്.